ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ഉള്ളിവട ഉണ്ടാക്കിയാലോ. സവാള വട, ഉള്ളിവട, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വട, സവാള വട, ഉള്ളിവട. ഓക്കെ, ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവാള 4 എണ്ണം, അത്യാവശ്യം വലുപ്പമുള്ള 4 എണ്ണം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ 2 കപ്പ് മൈദ, 2 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു നുള്ളു സോഡാപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് വേണ്ടത്. നമ്മൾ ഇത് ഈ ഉള്ളിക്കകത്തേക്ക് ഇടുകയാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ ഉള്ളിയിലെ വെള്ളം കൊണ്ട് മാത്രമേ ഈ മൈദ കുഴയ്ക്കാൻ പാടുള്ളൂ. നമ്മൾ ഈ പൊടികളെല്ലാം ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഒരുപാട് സമയം എടുക്കും. ആ ഉള്ളിയിലെ അതിൻ്റെ ആ നീര് ഇറങ്ങിയിട്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഉള്ളിവട കുഴയ്ക്കേണ്ടത്. ഉള്ളിവടയ്ക്ക് നമ്മൾ കുഴയ്ക്കേണ്ടത്. എല്ലാ പൊടികളും ഇടുക. ഒരു സോഡാപ്പൊടി ഒരു നുള്ള് വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ പച്ചമുളക്, അതുപോലെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഒരല്പം പ്രയാസമാണ്, കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ. വേറെ ഒരല്പം പ്രയാസമാണ്. ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിലെ പോലത്തെ അതേ സ്വാദിൽ നമുക്ക് കിട്ടില്ല. കണ്ടില്ലേ, ഒരു 10-25 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കുഴച്ചാൽ നമുക്കിങ്ങനെ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഉരുട്ടി നോക്കുക പറ്റുന്നുണ്ടോ എന്ന്. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഓക്കെ, നന്നായിട്ട് ഇതുപോലെ നമ്മൾ കുഴച്ചിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിരുന്നാൽ മതി. ഇനി നമ്മൾ അടുപ്പിൽ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഇത് ഇങ്ങനെ ഇടുക. ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കി ഇടുക. കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ അതിൻ്റെ നിറം മാറുന്ന സമയം വരെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അത് കറക്റ്റ് പാകമായിട്ടുണ്ട് അല്ലേ. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഉള്ളിവടയുടെ നിറവും ആ പാകവും ആയിട്ടുണ്ട്. അപ്പം വെള്ളം ചേർക്കാതെ കുഴയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. നാളെ 1 മണിക്ക് വീണ്ടും കാണാം.